ഇന്ന് നമുക്ക് വളരെ വേഗത്തിൽ ഒരു രസം ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായം, പിഴുപുളി, പിന്നെ ഉപ്പ് പാകത്തിന് വേണം. എണ്ണ ഏതായാലും മതി, നമുക്കുണ്ടാക്കാം. ഇപ്പോൾ ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഫ്ലെയിം ഓണാക്കി. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് മൂക്കട്ടെ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. നമ്മളിതെല്ലാം വറക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചേ ചെയ്യാവുള്ളൂ. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുളിവെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പിഴിഞ്ഞ് അരിച്ചു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. രസം എന്ന് പറയുന്നത് എരിവും പുളിയും ഉപ്പും സമത്തിന് സമം നിന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1 ലിറ്റർ വെള്ളത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പും പുളിയും കായത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അത് എല്ലാം നോക്കിയിട്ട് സമത്തിന് ചേർത്ത് കൊടുക്കുക. രസം റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇതുപോലെ ഉണ്ടാക്കി കുടിച്ചു നോക്കണം. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ രസം ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ രസം എല്ലാം റെഡിയായി. ഇതെനിക്ക് കുടിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് മാറ്റിയതാണ്. ഇന്ന് എൻ്റെ വീട്ടിൽ രസം റൈസ്. എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ രസം വെച്ച് കഴിഞ്ഞാൽ പറയും വേറെ കറിയൊന്നും വേണ്ട, എനിക്ക് രസം റൈസ് മതിയെന്ന്. എൻ്റെ മോനും അത് തന്നെ. അവർക്ക് രണ്ടുപേർക്കും വളരെ ഇഷ്ടമാണ് രസം വെച്ച് കഴിഞ്ഞാൽ. അപ്പം എല്ലാവരും ഇതേപോലെ രസം ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ കഴിക്കണം. അന്നത്തെ ദിവസം വേറെ ഒരു കറിയും വേണ്ട, ഈ രസം റൈസ് മതി. ആരോഗ്യത്തിന് നല്ലതാ. നമുക്ക് പെട്ടെന്നൊന്നും ജലദോഷവും പനിയൊന്നും ഉണ്ടാവത്തില്ല. അപ്പോഴെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കണം. ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഓരോരുത്തരും ഓരോ മാറ്റങ്ങൾ വരുത്തും. ഇതിനകത്ത് മല്ലിയില വേണമെങ്കിൽ ഇടാം, കറിവേപ്പില മൂപ്പിച്ചിടാം. ഞാനിതൊന്നും ചെയ്തില്ല. ഞാൻ ഇങ്ങനെ അപ്പം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ ആ ഫ്ലേവർ ഇറങ്ങി തിളയ്ക്കുമ്പോൾ നല്ല മണമാണ്. അപ്പോൾ ഉപ്പ് എരിവ് പുളി എല്ലാം സമത്തിന് നിന്നാലേ രസം എന്ന് പറയാനൊക്കത്തുള്ളൂ. അപ്പം ഒന്നും കൂടുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത്. അപ്പം എല്ലാം കറക്റ്റിനായിരിക്കണം. അപ്പം എല്ലാവരും രസം ഉണ്ടാക്കാൻ റെഡിയല്ലേ? പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ആരും മറക്കരുത്.